തിരികെ വാർത്തകളിലേക്ക്. ജീവിതത്തിന്റെ പ്രതികൂലാവസ്ഥകളെ ഇച്ഛാശക്തി കൊണ്ടും പ്രതിഭ കൊണ്ടും മറികടന്ന ജീവിതമാണ് അഞ്ജന്റേത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പോലും സ്നേഹവും ആദരവും ഏറ്റുവാങ്ങാൻ ഈ യുവാവിന് സാധിച്ചിട്ടുണ്ട്. പരിമിതികളെക്കുറിച്ച് മാത്രം വാചാലരാകുന്ന യുവത്വത്തിന്റെ ഇടയിൽ അഞ്ജനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തന്റെ പരിമിതികളുടെ പുറന്തോട് പൊട്ടിച്ച് വരകളുടെ ലോകത്ത് പറന്നു നടക്കുകയായിരിക്കും അവൻ. ഓട്ടിസവും സംസാരശേഷിക്കുറവും കേൾവിക്കുറവും ഒന്നിനും തളർത്താനാവാത്ത വ്യക്തിത്വം. 2 വയസ്സു മുതൽ ചിത്രങ്ങളിലൂടെ സംസാരിച്ചു തുടങ്ങിയ അവൻ. വഴങ്ങാൻ കൂട്ടാക്കാത്ത നാവിനെ കളിയാക്കി അവൻ തന്റെ ആവശ്യങ്ങൾ വരകളിലൂടെ വെളിപ്പെടുത്തി. ആ ഉത്സാഹമാണ് അബ്ദുൽ കലാമിന്റെ ടേണിംഗ് പോയിന്റ് എന്ന പുസ്തകത്തിലും മനസ്സിലും അഞ്ജന് ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ കാലുകൾക്ക് 2 സർജറി ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇവന് വരയ്ക്കാൻ കഴിവുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ 10ഓളം ശസ്ത്രക്രിയകളിലൂടെ അഞ്ജൻ കടന്നുപോയി. ശങ്കർ എന്ന കാർട്ടൂണിസ്റ്റിനെ പോലെ തന്റെ തന്നെ ബോസായിരുന്നു അഞ്ജൻ. തനിക്ക് താല്പര്യം തോന്നുന്നതെന്തും ആർജിച്ചെടുക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിനുടമ. ചിത്രരചന കൂടാതെ കാരിക്കേച്ചർ, അനിമേഷൻ, ആർക്കിടെക്ചറൽ വാക്ക് ത്രൂ എന്നിവയും അഞ്ജന് അനായാസം വഴങ്ങും. അതിജീവനത്തിന്റെ പാതയിൽ തന്റേതായ ലോകം അഞ്ജൻ കണ്ടെത്തിക്കഴിഞ്ഞു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ചിത്രരചനാ ക്ലാസുകൾ നൽകി അവർക്ക് ആത്മവിശ്വാസമേകാനും അവനു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് അനുകരിക്കാനാവുന്ന ഒരു മാതൃക എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. ക്യാമറാമാൻ സിജോ ജോസഫിനൊപ്പം ഡിനി സത്യൻ, പ്രഭാത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം പൂങ്ങുമൂട്ടിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. വെള്ളം റോഡിലേക്ക് ഒഴുകി റോഡ് തകർന്ന് അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ അലംഭാവം തുടരുകയാണ്. കുടിവെള്ളത്തിനായി ജനങ്ങൾ ദിവസങ്ങളോളം കാത്തിരിക്കുമ്പോഴുള്ള അധികൃതരുടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ പോങ്ങുമൂട് പമ്പ് ഹൌസ് മൺവിള ലൈനാണിത്. കഴിഞ്ഞ ദിവസം രാത്രി പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകൾ കൂട്ടിയോജിപ്പിക്കാതെ ജലം പമ്പ് ചെയ്തതുമൂലം റോഡ് തകരുകയും സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളവും ചെളിയും കയറുകയും ചെയ്തു. പോങ്ങുമൂട് പമ്പ് ഹൌസിൽ നിന്നും മൺവിളയ്ക്കുള്ള പൈപ്പ് ലൈനിലാണ് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. 1.5 വർഷം മുമ്പാണ് പൈപ്പ് സ്ഥാപിച്ചത്. 2 കരാറുകാർ മാറി മാറി വന്നതാണ് അപാകതയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ വാൽവ് വെച്ചതാണ്. വാൽവ് വെച്ച് വെള്ളം, ഈ വേസ്റ്റ് വെള്ളം തുറന്നു വിടുന്നതിന് വേണ്ടിയാണ് അവിടെ വാൽവ് വെച്ചത്. ആ വാൽവ് വെച്ചപ്പോഴെങ്കിലും അവർ ഡ്രോയിങ് നോക്കണമായിരുന്നു, ഇവരുടെ തൂ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണമായിരുന്നു. അതവർ ചെയ്തില്ല. 5 മീറ്ററോളം ഭാഗത്ത് ഇനിയും പൈപ്പ് സ്ഥാപിക്കാനുണ്ട്. 7 വർഷം ഗ്യാരണ്ടിയോടെ പണിത റോഡും വെള്ളത്തിന്റെ ശക്തിയിൽ തകരുകയുണ്ടായി. റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടതുമൂലം പ്രദേശത്ത് അപകട ഭീഷണിയും നിലനിൽക്കുന്നു. സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറിയത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മെനയാന്ന് എൻ്റെ സഹോദരിയോട് എൻ്റെ ഈ ദുബു ഇൻഡസ്ട്രി എന്ന സ്ഥാപനം മാത്രമല്ല, ഈ റോഡ് പൂര യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അരുവിക്കര ഡാമിൻ്റെ ഒരു പകുതിയോളം വെള്ളം ഇതിനകത്ത് ഒലിച്ചുപോയി. പിന്നെ ഈ ഓട എന്നൊരു സാധനത്തിനകത്ത് അടവ് കൊണ്ട് പലരും പല വേസ്റ്റുകൾ കൊണ്ടിടാറുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. എല്ലാം പരിസരവാസികൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. ഈ വെള്ളമെല്ലാം കൂടെ ഒടിച്ച് താഴെ പോയി ബ്ലോക്കായി. ജലക്ഷാമം രൂക്ഷമായ സമയത്താണ് വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥ. ഉടൻ തന്നെ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രഭാത ന്യൂസ്, തിരുവനന്തപുരം. വൈനുകളുടെ ഉത്സവത്തിന് ഗോവയിൽ തുടക്കമായി. വിവിധ ദേശീയ അന്തർദേശീയ വൈനുകളാണ് ഈ മേളയിലെ മുഖ്യ ആകർഷണം. ഒപ്പം സഞ്ചാരികളെ ആകർഷിക്കാൻ ഫുഡ് ഫെസ്റ്റിവലും മറ്റ് കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോവ മുഖ്യമന്ത്രി മനോഹർ പരിക്കർ ഗ്രേപ്പ് എസ്കാപ്പഡ് എന്ന വൈൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഗോവ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മുഖ്യ സംഘാടകർ. ലോകത്തെ പ്രമുഖ വൈൻ നിർമ്മാതാക്കളും ഹോട്ടലുകളും മുന്തിരിത്തോട്ട ഉടമകളും മേളയിൽ സജീവം. ഗോവയിലേക്ക് സഞ്ചാരികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് തന്നെയാണ് മേളയുടെ മുഖ്യ ലക്ഷ്യവും. ഒരു ദേശീയ അന്തർദേശീയ സഞ്ചാരിക്ക് ആവശ്യമായതെന്തും മേളയിൽ ലഭിക്കും. വൈനിനൊപ്പം മറ്റു പഴച്ചാറുകളും വിവിധതരം ഹോട്ടൽ ഭക്ഷണവും എല്ലാം സുലഭം. കഴിഞ്ഞില്ല, ഇവയെല്ലാം ആവോളം നുകരുമ്പോൾ പാട്ടും നൃത്തവും എല്ലാം റെഡി. വിവിധതരം മുന്തിരിവീഞ്ഞുകൾ സ്വദേശിയെന്നോ വിദേശിയെന്നോ വേർതിരിവില്ലാതെ ഏവരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നു. പ്രമുഖ വൈൻ നിർമ്മാതാക്കൾ പുതിയിനം വൈനുകളും മേളയിലൂടെ പരിചയപ്പെടുത്തുന്നു. ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് സ്റ്റോളുകളുടെ സജ്ജീകരണവും. ഇവിടെ ഇടം പിടിച്ചിരിക്കുന്ന വൈൻ കുപ്പികളെ കണ്ടാൽ തന്നെ ആരുടെയും നാവിൽ വെള്ളമൂറും. അതുകൊണ്ട് തന്നെ മേള തുടങ്ങിയത് മുതൽ വൻ തിരക്കാണിവിടെ. മേളയിലെ രുചിയെപ്പറ്റി ചോദിച്ചാൽ ഏവർക്കും 100 നാവാണ്. So lots of good music, which is nice, and
and it's fun tasting the wines around. ഗോവയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പതിവ് ജീവിത രീതിയിൽ നിന്ന് ഏറെ വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ ഈ മേളയ്ക്ക് കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രഭാത ന്യൂസ്. ദിവ്യപ്രണയത്തിന്റെ നിത്യസ്മാരകമായ താജ്മഹൽ ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബോധ്ഗയ ക്ഷേത്ര സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ. മുംതസ് മഹലിനോടുള്ള തീരാത്ത പ്രണയത്താൽ ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച താജ്മഹൽ പിന്നീട് പ്രണയ സാഫല്യത്തിന്റെ തന്നെ പ്രതീകമായി മാറി. എന്നാൽ യമുന നദിക്കരയിലെ ഈ വെണ്ണക്കൽ കൊട്ടാരമെന്ന് കടുത്ത സുരക്ഷാ ഭീഷണിയിലാണ്. ബീഹാറിലെ ബോധഗയ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ താജ്മഹലിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിർബന്ധിതമായിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസും ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാന സൌധമായ ഈ പ്രണയകുടീരം സംരക്ഷിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. हम लोगों के द्वारा यही जो आम पब्लिक है सबसे अपील की गई कि कुछ बेसिक सिक्योरिटी चेक्स हैं अगर जो कराए जाएं, जैसा मैंने बताया किराएदारों का सत्यापन, जो साइबर कैफे संचालक हैं वो फोटो आईडी कार्ड वगैरह लेके ही लॉगिन कराएं, जो होटल और लॉजेस वाले हैं वो भी आई कार्ड वगैरह लेकर ही वहां पे अपने यहाँ पे एंट्री कराएं. എന്നാൽ ഇതുമൂലം പ്രയാസപ്പെടുന്നതാകട്ടെ ആഗ്രയിലെ ഈ വെണ്ണക്കൽ ശില്പചാരുത കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമെത്തുന്ന ആയിരക്കണക്കിന് ആളുകളാണ്. നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറമെ വിദേശ വിനോദസഞ്ചാരികളെ കൊണ്ടുവരുന്ന ഗൈഡുകൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ CCTV ക്യാമറകളും സ്ഥാപിച്ചു. ക്യാമറ കണ്ണുകളാകട്ടെ കർശന നിരീക്ഷണത്തിലുമാണ്. ദിവസവും 20,000-ലധികം പേരാണ് താജ്മഹൽ കാണാനെത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രിക്കാനായി ടൂറിസം വകുപ്പ് ഓൺലൈൻ ടിക്കറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നു. 20,000-ലധികം തൊഴിലാളികൾ 17 വർഷം കൊണ്ടാണ് ഈ രമ്യഹർമ്മ്യം പണിതു തീർത്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു ത്യാഗത്തിന്റെയും സ്മരണകുടീരം കൂടിയാണ് താജ്മഹൽ. അത് സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർക്കുക. നാഷണൽ ഡെസ്ക് പ്രഭാതം ന്യൂസ്. നായാട്ട് രാജാക്കന്മാർക്ക് വിനോദമാണ്. എന്നാൽ നായാട്ടിന് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനും മകൻ വില്യംസും. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരനും മകൻ വില്യംസും ചേർന്ന് ഒരു പ്രചാരണം നടത്തുകയാണ്. നിയമവിരുദ്ധമായി വന്യജീവികളെ വ്യവസായം നടത്തുന്നതും കൊല്ലുന്നതിനെതിരെയും ദൃശ്യ സന്ദേശം നൽകുകയാണ് ഇരുവരും. വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് വീഡിയോ സന്ദേശം നൽകുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ കൊല്ലുന്നത് അഭൂതപൂർവമായി കൂടി വരികയാണ്. ഒരു ദിവസം 100-ലധികം ആനകളെയാണ് കൊന്നൊടുക്കുന്നത്. വന്യജീവികളെ കൊല്ലുന്നതും അവയെ കടത്തുന്നതും ലോകത്തിന് തന്നെ ഭീഷണിയാണ്. വന്യജീവി സംരക്ഷണം ഈ തലമുറ തുടർന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടത്തിലേക്ക് എത്തുമെന്ന് ചാൾസ് രാജകുമാരൻ പറഞ്ഞു. മൃഗങ്ങളുടെ വാസസ്ഥലം സൂക്ഷിക്കുകയും പുതുതലമുറ വന്യജീവികളെ സംരക്ഷിക്കുന്നതിൽ വലിയ മുൻതൂക്കം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. വീഡിയോ സന്ദേശം 4 ഭാഷകളിലാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. ലണ്ടനിൽ നടക്കുന്ന വന്യജീവി സമ്മേളനത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രിൻസ് രാജകുമാരനും വില്യമും ആവശ്യപ്പെട്ടു. ഈ സമ്മേളനത്തിലൂടെ വന്യജീവി നശീകരണത്തെ വേരോട് പിഴുതുകളയാനും ജനപ്രീതിയാർജിച്ച മൃഗങ്ങളുടെ വംശനാശം തടയാനും സാധിക്കും. ഇതോടനുബന്ധിച്ച് ലണ്ടൻ വന്യജീവി സുവോളജിക്കൽ സൊസൈറ്റി സിംബോസിയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രിൻസ് വില്യംസ്. മൃഗസ്നേഹികൾക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ഇത്. വരും തലമുറകൾക്ക് മാതൃകയാവുന്നതാണ് ചാൾസിന്റെയും വില്യത്തിന്റെയും ഈ സന്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാത ന്യൂസ്. ബംഗാൾ പുലികൾ കൊളംബിയയിൽ താരമാവുകയാണ്. കൊളംബിയയിലെ കാലി മൃഗശാലയിലാണ് ഈ കാഴ്ച. ബംഗാളിലെ 3 സുന്ദരൻ പുലിക്കുട്ടികളാണ് കൊളംബിയ കാലി മൃഗശാലയിലെ പ്രധാന ആകർഷണം. ആദ്യ കാഴ്ചയിൽ പൂച്ചക്കുട്ടിയെപ്പോലെ തോന്നും ഈ പുലിക്കുട്ടികളെ കണ്ടാൽ. പുലികളെ കാണാൻ ദിവസവും 100 കണക്കിന് സ്കൂൾ കുട്ടികളാണ് മൃഗശാലയിൽ എത്തുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ഈ പുലിക്കുട്ടികൾ ജനിച്ചത്. മൃഗശാലയിലുണ്ടായിരുന്ന ഇന്ദിര എന്ന പെൺപുലിയുടെ മക്കളാണ് ഇവർ. പുലിക്കുട്ടികൾ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് കാണാൻ വൻ ജനത്തിരക്കായിരുന്നു. ഇന്ദിരയുടെ പ്രസവ സമയത്ത് കൂട്ടിനുള്ളിൽ ക്യാമറ വച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിരയുടെ ആരോഗ്യനില നോക്കുന്നതിനും പ്രസവം ചിത്രീകരിക്കുന്നതിനുമാണ് ക്യാമറ ഘടിപ്പിച്ചത്. പുലിക്കുട്ടികൾ ജനിച്ചതിനു ശേഷവും ക്യാമറ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ വളർച്ചയും അവരുടെ കളിയും കാണുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. വളർച്ച എത്തിയതിനു ശേഷമാണ് അമ്മ ഇന്ദിരയുടെ അടുത്ത് നിന്ന് പുലിക്കുട്ടികളെ പുറത്തിറക്കിയത്. പുലിക്കുട്ടികൾക്ക് മഞ്ഞ നിറവും അമ്മ ഇന്ദിരയ്ക്ക് വെള്ള നിറവുമാണ്. പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള പുലിക്കുട്ടികളെ കാണാൻ നല്ല രസമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് പ്രഭാത ന്യൂസ്. ബെൽജിയത്തെ ബ്രസൽസ് നഗരം ഇപ്പോൾ ചോക്ലേറ്റിൽ മുങ്ങിയിരിക്കുകയാണ്. പൂക്കളുടെയും പഴങ്ങളുടെയും ഉത്സവം പോലെ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള ചോക്ലേറ്റ് പ്രിയരാണ് ബ്രസൽസിലെ ലോക ചോക്ലേറ്റ് മേളയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
എവിടേക്ക് തിരിഞ്ഞാലും ചോക്ലേറ്റുകൾ. നിറത്തിലും രൂപത്തിലും രുചിയിലും വ്യത്യസ്തമായ നിരവധി ചോക്ലേറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബെൽജിയത്തിലെ ബ്രസൽസ് നഗരം. ചോക്ലേറ്റുകളുടെ സംഗമോത്സവം തന്നെയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മേള ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ചോക്ലേറ്റ് പ്രിയരുടെ കൂട്ടായ്മയാണ്. ലോകത്തിന്റെ 10 നഗരങ്ങളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ മേളയുടെ ഈ വർഷത്തെ ആദ്യ മേളയാണ് ബ്രസലിൽ നടക്കുന്നത്. പ്രമുഖ ചോക്ലേറ്റ് ബ്രാൻഡായ ഗോഡിവായും ന്യൂഹാൻസുമാണ് മുഖ്യ സംഘാടകർ. ഇവർ ഇതിനോടകം തന്നെ ബ്രസൽസ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സ്റ്റോളുകളും സജ്ജമാക്കി. ഇവരുടെ നേതൃത്വത്തിൽ വിവിധ ചോക്ലേറ്റ് കമ്പനികളും 90ഓളം നിർമ്മാതാക്കളും ഡിസൈനർമാരുമാണ് മേളയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതിലും ഒരു ചോക്ലേറ്റ് മയമാണ് ഇവിടെ. മേളയുടെ ഭാഗമായി ഫാഷൻ ഷോകളും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചു. എന്നാൽ പതിവ് ഫാഷൻ പരേഡുകളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ ചോക്ലേറ്റ് വസ്ത്രങ്ങൾ അണിഞ്ഞാണ് മോഡലുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ ഡിസൈനർമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് വസ്ത്രങ്ങൾ ഒരുക്കിയെടുത്തത്. പലതരം വർണ്ണങ്ങളിലും രൂപങ്ങളിലും ഒരുക്കിയെടുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ യുവതികൾ ഏവരെയും ആകർഷിച്ചു. വ്യത്യസ്ത രൂപങ്ങളിൽ ചോക്ലേറ്റുകൾ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രങ്ങൾ മേളയ്ക്കെത്തിയ ഏവർക്കും പുത്തൻ അനുഭവമായി. വസ്ത്രങ്ങളെ കൂടാതെ ചോക്ലേറ്റ് നിർമ്മിത ചെരുപ്പുകൾ, ബൊമ്മകൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ ചോക്ലേറ്റുകൾ ഒരു വേദിയിൽ സംഗമിച്ചതോടെ മേള അക്ഷരാർത്ഥത്തിൽ ഒരു ചോക്ലേറ്റ് ലോകം തന്നെയായി മാറി. മേളയിൽ ലോകത്തെ എല്ലാ ഫ്ലേവറുകളിലെയും ചോക്ലേറ്റുകൾ എത്തിയിരുന്നു. ആരെയും മേളയിലേക്ക് ആകർഷിക്കുന്ന രീതിയിലായിരുന്നു ചോക്ലേറ്റുകളുടെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റിന് നല്ല വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. എത്തുന്ന എല്ലാവർക്കും സാമ്പിളുകളും ഗിഫ്റ്റുകളും ലഭിക്കും. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന മേള നാളെ അവസാനിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, പ്രഭാത ന്യൂസ്. ഇംഗ്ലണ്ടിലെ ഹൈഡ് പാർക്കിനുള്ളിൽ പരമ്പരാഗത പീരങ്കികൾ ഉപയോഗിച്ച് എലിസബത്ത് രാജ്ഞിയുടെ സ്ഥാനാരോഹണ വാർഷികം ആഘോഷിച്ചു. സൈന്യം 41 തവണ ആചാരവെടി മുഴക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ലണ്ടനിലെ ഹൈഡ് പാർക്കിലെത്തിയവർക്ക് നയനാനന്ദകരമായ കാഴ്ചയാണ് ലഭിച്ചത്. എലിസബത്ത് രാജ്ഞി സ്ഥാനാരോഹണം ചെയ്ത് 62 വർഷം പിന്നിട്ട ദിവസമായ വ്യാഴാഴ്ച ഹൈഡ് പാർക്കിൽ പരമ്പരാഗത പിരങ്കികൾ ഉപയോഗിച്ച് രാജാവിന്റെ സൈന്യം ആചാരവെടി മുഴക്കി. രാജാവിന്റെ നേതൃത്വത്തിലുള്ള പിരങ്കി പട്ടാളം എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയാണ് പാർക്കിലെത്തിയത്. കമാൻഡറുടെ നിർദ്ദേശം ലഭിച്ചതോടുകൂടി തുരുതുരെ പിരങ്കികൾ പ്രയോഗിച്ചു. ചുറ്റും കൂടി നിന്ന കാഴ്ചക്കാരെല്ലാം വളരെ കൗതുകത്തോടെ നോക്കി നിന്നു. ചിലർ ഈ കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനും മറന്നില്ല. നനഞ്ഞു കിടന്ന പുൽത്തകിടിയിൽ വഴുതി കുതിരയിൽ നിന്നും താഴെ വീണ പട്ടാളക്കാരനും കാണികൾക്ക് കൂടുതൽ അനുഭൂതി നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, പ്രഭാതം ന്യൂസ്. ഇനി കായിക വാർത്തകൾ. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ അമ്മ കേരള സ്ട്രൈക്ക് സെമി ഫൈനലിൽ കടന്നു. ലീഗ് റൌണ്ടിലെ 3ാം മത്സരത്തിൽ ചെന്നൈ റൈനേഴ്സിനെ 12 റൺസിന് തോൽപ്പിച്ചാണ് കേരളം സെമിയിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത സ്ട്രൈക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് സ്വന്തമാക്കിയിരുന്നു. മറുപടി ബാറ്റ് ചെയ്ത ചെന്നൈക്ക് 138 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ശൈത്യകാല ഒളിമ്പിക്സിന് സുരക്ഷാ ഭീഷണി. അടുത്തിടെ നടന്ന സ്ഫോടനങ്ങളുടെയും സൈബർ ഭീഷണിയുടെയും പശ്ചാത്തലത്തിലാണ് വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 22ാമത് ശീതകാല ഒളിമ്പിക്സിന്റെ സുരക്ഷാ നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നു. ഭീകരാക്രമണത്തിന്റെയും ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ റഷ്യൻ സർക്കാർ മുന്നോട്ട് വന്നത്. ഒളിമ്പിക്സിൽ സ്വവർഗാനുരാഗികളായ അത്ലറ്റിക്സുകളെ പ്രവേശിപ്പിക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ നിലപാടിനെ എതിർത്തുകൊണ്ട് പല രാഷ്ട്ര നേതാക്കളും ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന് എത്തിയിരുന്നില്ല. ഭീകരാക്രമണം എതിർക്കുക എന്ന മുദ്രാവാക്യങ്ങളുമായി അത്ലറ്റിക്സുകൾ ഷിഫ് സ്റ്റേഡിയത്തിൽ പ്രതിഷേധവും നടത്തിയിരുന്നു. ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുൻപ് ചെറു സ്ഫോടനങ്ങളും പലയിടത്തായി നടന്നിരുന്നു. അത്ലറ്റിക്സുകൾ താമസിക്കുന്ന കോട്ടേജുകളിൽ സുരക്ഷാ വലയങ്ങൾ സ്ഥാപിക്കുന്നതിന് ഭാഗമായി പല സ്ഥലങ്ങളിലും CCTV ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സൈനികരെയാണ് സുരക്ഷാ നടപടികൾക്കായി വിന്യസിപ്പിച്ചിട്ടുള്ളത്. 22ാമത് സോച്ചി ഒളിമ്പിക്സ് തുടങ്ങിയത് തന്നെ വാഗ്വാദങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്. സ്പോർട്സ് ഡെസ്ക്, പ്രഭാത ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. VM സുധീരൻ KPCC പ്രസിഡന്റ്, VD സതീശൻ വൈസ് പ്രസിഡന്റാകും. തീരുമാനം AICC നേതൃത്വത്തിന്റേത്. 3ാം ബദൽ യഥാർത്ഥത്തിൽ വേണ്ടത് കേരളത്തിലെന്ന് നരേന്ദ്രമോദി. KK രമയുടെ നിരാഹാര സമരം LDFന്റെയും UDFന്റെയും ഒത്തുകളിയുടെ ഭാഗമായിരുന്നെന്നും മോദി. ലാവ്ലിൻ കേസിലെ റിവിഷൻ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കരാർ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടാക്കിയില്ലെന്ന ഊർജ്ജ വകുപ്പിന്റെ നിലപാട് സർക്കാർ തിരുത്തിയേക്കും. ഇന്നും നാളെയും രാജ്യവ്യാപകമായി ബാങ്ക് പണിമുടക്ക് ശമ്പള വർധനയും ബാങ്ക് സ്വകാര്യവൽക്കരണം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട്. പരിസ്ഥിതി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയുമായി ഒരു യുവാവ്. പരിസ്ഥിതി സൗഹൃദ ബാഗുമായി ശ്രദ്ധേയനാവുകയാണ് സഫർ അമീർ. ജീവിതത്തിന്റെ പ്രതികൂലാവസ്ഥകളെ ഇച്ഛാശക്തിയാൽ മറികടന്ന് ഒരു യുവാവ്.
മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ പോലും പ്രശംസ ഏറ്റുവാങ്ങി അഞ്ജൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.